ഹലോ ഗേസ്, എന്നാണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അതെ, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ ഗുരുവായൂരിലേക്ക് പോവുകയാണേ. ഇതിപ്പം പോയിട്ട് വന്നിട്ട് കുറേ ദിവസമായി. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 വീക്കായി ഞാൻ പോയിട്ട് വന്നിട്ട്. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പുറപ്പെട്ട ഒരു യാത്രയായിരുന്നേ. രാവിലെ തന്നെ എന്താ പറയണ്ട, പെട്ടെന്ന് തോന്നി ഗുരുവായൂരിലേക്ക് പോകണമെന്ന്. അങ്ങനെ തന്നെ രാവിലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് തൃശ്ശൂരിലേക്കായിരുന്നു ട്രെയിൻ കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റെല്ലാം ഭാഗ്യത്തിനെല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് ഞങ്ങൾ 3 പേരും ഒരു ചതയത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ദർശനത്തിന് കയറിയത് കേട്ടോ. അതായത് നമ്മൾ അവിട്ടം നാളിലാണ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഒരു 3 ദിവസത്തെ ട്രിപ്പായിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. പക്ഷേ ഇത് ഇറങ്ങുമ്പോഴൊന്നും വിചാരിച്ചില്ല ജസ്റ്റ് ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വരിക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ട്രെയിൻ കയറി ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു. യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെയുള്ള യാത്ര ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും, എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഒരു ലോങ് യാത്ര പോകുന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളൊരിത്. പിന്നെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചങ്ങ് പോകുക എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള യാത്ര ആയത് കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടെന്നുള്ള യാത്രയിൽ ഈ 3 ദിവസത്തെ ഒരു ട്രിപ്പായിട്ട് മാത്രം ഇത് അവസാനിപ്പിച്ചത് കേട്ടോ. കുറേ അമ്പലങ്ങളിൽ ദർശനം ചെയ്യാനായിട്ട് പറ്റി. ഗുരുവായൂർ തന്നെ നമ്മൾ ആ ഒരു ഓണ സമയത്ത് പോകുമ്പോൾ തന്നെ നല്ല തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് കൂടി 10 മണിക്കൂർ ക്യൂ നിന്ന് ആ ഒരു 10 മണിക്കൂർ ഉറങ്ങാതെ ക്യൂ നിന്നതിൻ്റെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയാനും ചെയ്യാനും പറ്റി. ഗുരുവായൂർ പോയി നമ്മൾ അതിനുശേഷം മഞ്ഞൂർ അമ്പലത്തിൽ പോയി. അപ്പോൾ ആ ഒരു യാത്രയുടെ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറേയധികം ചേർക്കാനായിട്ട് പറ്റിയിട്ടില്ല എനിക്കിതിനകത്ത്. ചേർക്കാനായിട്ട് പറ്റിയിട്ടില്ല, എടുത്തിട്ടില്ല. ഇത് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂരിൽ എത്തിയിട്ടില്ല, നമ്മൾ തൃശ്ശൂരിലെത്തി. തൃശ്ശൂർ വരെ ഉള്ളായിരുന്നു നമ്മുടെ ട്രെയിൻ. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടും നമുക്ക് അവിടെ നിന്ന് തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു ഗുരുവായൂരിലേക്ക്. അത് എറണാകുളത്ത് നിന്ന് വരുന്ന ട്രെയിനാണ്. ആ ട്രെയിനിൽ കയറി നമ്മൾ ഗുരുവായൂർ എത്തി. 12:30 ആയപ്പോഴത്തേക്കും എത്തി. ഈ പോകുന്ന ജനങ്ങളില്ല, ശരിക്കും ഗുരുവായൂരിലേക്ക് വന്നവരാണ്. അത്രത്തോളം നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനൊക്കെ. അവിടെ നിന്ന് നമ്മൾ ഓട്ടോ വിളിക്കാനോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം എല്ലാവരും നടന്നാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന ജനങ്ങൾ അത്രത്തോളം നല്ല തിരക്കുകളും കാര്യങ്ങളും ഉള്ളത് കാരണം തന്നെ വണ്ടികളൊന്നും വിളിച്ചാൽ തന്നെ അത്രത്തോളം റഷായിട്ട് പോകുന്നത് കാരണം നമുക്കൊന്നും ഓട്ടോ കാര്യങ്ങളൊന്നും ലഗേജ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊന്നും കാര്യമാക്കാതെ നമ്മളതെല്ലാം എടുത്ത് നടന്ന് നമ്മൾ ദേവസ്വത്തിൻ്റെ ക്ലോക്ക് റൂമിൽ വന്നു സാധനങ്ങൾ അവിടെ വെച്ചതിന് പെട്ടെന്ന് തന്നെ ഫ്രഷപ്പ് ആയിട്ട് അവിടെ നിന്ന് ദർശനത്തിനായിട്ട് കയറാൻ പോകുവാണേ. അപ്പോൾ ഫോൺ അലോഡല്ല. അപ്പം പിന്നെ നമ്മൾ തിരിച്ച് തൊഴുതിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഫോൺ എടുത്തിട്ട് പിന്നെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഇത്. അപ്പോൾ ഈ പോകാനായിട്ട് നിൽക്കുന്നത് നമുക്ക് റൂം കിട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്നുള്ള യാത്രയായത് കാരണം നമ്മൾ റൂമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ 350ഓളം കല്യാണങ്ങൾ ആ ദിവസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് റൂം ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മമ്മിയൂരിലേക്കാണ്. ഈ ഗുരുവായൂർ ദർശനം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ മമ്മിയൂർ അമ്പലത്തിൽ പോകണമെന്നാണ്. മമ്മിയൂരപ്പനെ കണ്ട് പഴുത്തൊഴുത് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മമ്മിയൂരിലേക്കാണ് പോയത് കേട്ടോ. മമ്മിയൂരിൽ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഗുരുവായൂർ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.